ഈ പ്രളയം വന്നപ്പോ ഈ പേടകം എന്ന് പറയാ പെട്ടകം അപ്പോ ആ പേടകം പണിയുന്ന സമയത്ത് ദൈവം പറഞ്ഞു ഇത്ര മുളം ഇത്ര സ്റ്റെപ്പുകൾ വേണം, ഇങ്ങനെ നീളം വേണം, കീല് വെച്ചിട്ട് വിടവൊക്കെ അടയ്ക്കാൻ. അങ്ങനെ നിബന്ധന ഒരു ചട്ടക്കൂട് കണ്ടമാനം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇന്നിപ്പോ യേശുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട് യേശുവിന്റെ ജനനം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, ആഗമനം. അങ്ങനെ ഒരു ചട്ടക്കൂട് യേശുവിനെ കുറിച്ച് ആ വിശ്വാസം പരിശുദ്ധ കുർബാനയിൽ പറയുന്ന മുഴുവനും എന്താണ് പരിശുദ്ധ കുർബാന മുഴുവൻ നിലനിൽക്കുന്നത് എന്നുള്ളൊരു ചട്ടക്കൂട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ ചട്ടക്കൂടിനെ കുറിച്ച് നീ എന്തിനും ഭയപ്പെടണം? അങ്ങനെ സഭയിൽ നിൽക്കുവാൻ, കത്തോലിക്ക സഭയിൽ എല്ലാവരും തെറ്റാതെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം നമുക്ക് തന്നിരിക്കുന്നു. അത് വായിച്ച് നിനക്ക് സാധിക്കും. നിനക്ക് തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും നമുക്ക് സാധിക്കും. നമ്മൾ വായിക്കാൻ തയ്യാറാവാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷമം. നമ്മൾ തയ്യാറാവില്ല, എന്തെങ്കിലും പറഞ്ഞണം എന്ന് വിചാരത്തിലാണ്. അപ്പൊ നമ്മളിത് വായിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്റെ സാക്ഷി നോക്കിയാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലൂടെ കടന്നു പോരാൻ ഇവിടെ ആൾക്കാർ കൂടും. ഇവിടെ ഇന്ന് ഓരോരുത്തരും സംസാരിച്ച് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലീഡേഴ്സിനൊക്കെ ബുദ്ധിമുട്ട്, സമയം കൂട്ടി ഒരു ദിവസം ഒരാഴ്ച 2 ദിവസം സംസാരിച്ചു എന്ന അവസ്ഥയിൽ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇത് വായിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ആത്മാവിലുള്ള അനുഗ്രഹം എന്തും നമുക്ക് ഓരോരുത്തർക്കും കാണുവാനും അനുഭവിച്ചറിയാനും നമുക്ക് കഴിയും. അങ്ങനെ കൂടാരത്തിരുന്നാളിനെ കുറിച്ച് പറയുന്നത് കൂടാര നിർമ്മാണം, സാക്ഷിപേടകം, തീരു സാന്നിധ്യ, അപ്പത്തിന്റെ മേശ, വിളക്ക്, കാല്, ബലിപീഠം, പുരോഹിത വസ്ത്രങ്ങൾ, അനുദിന ബലികൾ, ധൂമപീഠം, ഇവയ്ക്കെല്ലാം ഒരു ചട്ടക്കൂട് എപ്പോഴും ഉണ്ട്. യേശുവിനെ പറയുന്ന അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മളിപ്പോ പറയുന്നത് വീട് പണിയുന്നുണ്ട്. നമ്മൾ വീട് പണിയുമ്പോൾ അതിന് ഇത്ര മുളം നീളം, ഇത്ര സ്റ്റെപ്പ്, അതിന് ചില നിബന്ധനകൾ ചട്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ട്രാഫിക് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും പോകുമ്പോഴും നിയമങ്ങളുണ്ട്. ഇടത് വശം ചേർന്ന് പോകണം, അങ്ങനെ കുറെ നിയമങ്ങൾ വരുന്നുണ്ട്. എന്തിനു പറഞ്ഞു നമ്മൾ എയർപോർട്ട്, റെയിൽവേ, ഓഫീസ്, സ്കൂള് ഇവിടെയൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ദിനചര്യ തുടങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചട്ടക്കൂട് നമുക്ക് ലഘുവാണ്, ഈ ഭാരം നമുക്ക് ലഘുവാണ് എന്നാണ് ദൈവം നമ്മളെ പറയുന്നത്. അതുപോലെ അങ്ങനെയാണ് ഇത്ര നേരം ഉദാഹരണം പറയുമ്പോൾ. അതുപോലെ കത്തോലിക്ക കരസ്മാറ്റിക് നവീകരണത്തിന് ലൈഫ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് സെമിനാർ LSS എന്ന് ഷോർട്ടിൽ പറയുന്ന ഈ കൂട്ടായ്മയ്ക്ക്, ഈ സെമിനാറിന് നിർണായകമായ സ്ഥാനമാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഒരു നിയന്ത്രണത്തിന് ചട്ടക്കൂട് LSSന് അലങ്കാരമാക്കുന്നില്ല. എന്റെ ചിന്തകൾ കടന്നുപോയത് മറക്കാണ്ടിരിക്കാൻ എഴുതി വെച്ച് നോക്കാം. നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ അനുഭവത്തിൽ നിലനിൽക്കുവാനും വളരുവാനും പരിശീലനം അനിവാര്യമാണ്. അത് അത്യന്താപേക്ഷിതമാണ്. പരിശീലനം മറക്കാനായിട്ട് പഠിക്കുന്നത് ഒക്കെ ആവശ്യമാണ്. യേശുക്രിസ്തുവിനെ ഏക രക്ഷകനാഥനുമായി അനുഭവിച്ചറിയുവാനും വിശ്വസിച്ച് ഏറ്റുപറയുവാനും ഈ പരിശീലനം സഹായകം ആകുന്നു. ഈ ബോധ്യം നിലനിൽക്കുവാൻ ദൈവത്തെ പിതാവായി വ്യക്തിപരമായി അനുഭവിച്ചറിയുവാനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വ്യക്തി തന്നെ പരിപൂർണമായി സമർപ്പിക്കേണ്ടതുണ്ട്. യേശു പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണമായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണമായിരിക്കും എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-48 വാക്യത്തിൽ പറയുന്നു. മാമോദീസയിലൂടെ ഇതര കൂദാശകളുടെയും നമുക്ക് ലഭിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഇടവക ജനത്തെ വിശ്വാസത്താൽ ജനിപ്പിക്കുന്നതിനും വളരെ ഉപകാരപ്രദമാണ്. LSS കത്തോലിക്ക കരസ്മാറ്റിക് നവീകരണത്തിന്റെ വ്യാപനത്തിനും വളർച്ചയ്ക്കും വേണ്ടി 1970 ആരംഭത്തിൽ രൂപപ്പെട്ട വ്യവസ്ഥാപിത സംഘടിത സെമിനാറാണ് LSS. ഈ വ്യവസ്ഥാപിത എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാൻ കുറച്ച് വാക്യം എന്താണെന്നുള്ളത് അന്വേഷിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലാക്കുന്നത് സഭയുടെ ആധികാരികത എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചത് ശരിയാണ്. സഭയുടെ ആധികാരികത എന്നത് അതാണ് ഈ വ്യവസ്ഥാപിത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകം സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ LSS എല്ലാവരെയും പ്രാപ്തരാക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇതിനു വേണ്ടി ഒരുക്കത്തിന്റെ വിഷയം, അത് നമ്മുടെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നമ്മൾ ഒരുക്കണം. ഈ ഒരുക്കാൻ വേണ്ടിയുള്ള ചില വിഷയങ്ങളാണ് നമ്മുടെ ഈ പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നതും ഈ നമ്മൾ വായിക്കുന്നതും. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന കുറെ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചതും നമ്മുടെ സഭ പറയുന്ന കാര്യങ്ങളും തിരിച്ചും മറിച്ചും വായിച്ചു പോകുന്ന ചില കാര്യങ്ങളോടെ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കത്തോലിക്ക കരസ്മാറ്റിക് കത്തോലിക്ക കരസ്മാറ്റിക് നവീകരണം ഇതിനു വേണ്ടി ചിന്തിച്ചപ്പോൾ എന്താണ് സഭ എന്ന് ഞാൻ ആലോചിച്ചു. സഭ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ചോദിക്കും എന്താണ് സഭ എന്ന് ചോദിക്കാം. പക്ഷെ ചോദ്യം കുറച്ചായിട്ട് അങ്ങനെ എന്നെ കർത്താവ് വളർത്തിയതാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
ചോദിച്ച് ചിന്തിച്ച് സംസാരിച്ച് ആ ലെവലിൽ കൊണ്ടുപോകാൻ ഞാൻ എന്താണ് കരിസ്മാറ്റിക് കത്തോലിക്ക സഭ? ഇതിനെ കുറിച്ച് നമ്മൾ വേദപാഠത്തിൽ പഠിക്കുന്നുണ്ട്. അധ്യാപകരായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റും. സത്യവിശ്വാസം അനുസരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് റോമ മാർപ്പാപ്പയ്ക്ക് കീഴിൽ കഴിയുന്ന ഒരു സമൂഹമാണ് കത്തോലിക്ക തിരുസഭ. റോമ മാർപ്പാപ്പയ്ക്ക് മാത്രം കീഴിൽ, അതിനപ്പുറം മറ്റൊരു ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അത് കത്തോലിക്ക തിരുസഭയല്ലാന്ന് വേദപാഠ പുസ്തകത്തില് ഞാൻ വായിച്ചതാണ്. അങ്ങനെ വായിച്ചു പോകാൻ ഇടവൊന്നും ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ 20-ാം നൂറ്റാണ്ടിനെ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ട് എന്ന് അറിയപ്പെടാറുണ്ട്. പരിശുദ്ധാത്മാവ് അവബോധത്തിന്റെ പല വലിയ മുന്നേറ്റങ്ങളുടെയും ആരംഭം ഈ കാലഘട്ടത്തിൽ ആയിരുന്നു. ഏത് കാലഘട്ടത്തിൽ? 20-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിലായിരുന്നു പരിശുദ്ധാത്മാവിന്റെ കൂടുതലായിട്ടുള്ള വലിയ മുന്നേറ്റം ഇങ്ങനെ ആരംഭമെല്ലാം ഉണ്ടായിരുന്നു. 1897 പരിശുദ്ധ ലിയോ 13 മാർപ്പാപ്പ ഗിവിംഗ് ഇല്ലൂത്ബൂസ് എന്ന അപ്പോസ്തലിക ലേഖനം പുറപ്പെടുവിക്കുകയും പരിശുദ്ധാത്മാവിനോടുള്ള നൊവേനയ്ക്ക് ആഹ്വാനം നൽകുകയും ചെയ്തിരുന്നു. 1901 ജനുവരി 1 പരിശുദ്ധാത്മാവെ വരണമേ എന്ന കീർത്തനം ആരംഭിച്ചുകൊണ്ടാണ് പുതു നൂറ്റാണ്ടിനെ സ്വാഗതം ചെയ്തത്. 1962 വത്തിക്കാൻ കൗൺസിലിന് ഒരു പുത്തൻ പെന്തക്കോസ്തയ്ക്കായി പരിശുദ്ധ പിതാവ് ജോൺ 23 പാപ്പ പരിശുദ്ധാത്മാവെ ഒരു പുതിയ പെന്തക്കോസ്തയെ ഇക്കാലവും നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 1962 ഒക്ടോബർ 11 പരിശുദ്ധ പിതാവ് ജോൺ 23 പാപ്പയിലൂടെ ആരംഭിച്ച് 1965 ഡിസംബർ 8 പരിശുദ്ധ പിതാവ് പോൾ 6 പാപ്പയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 16 പ്രമാണ രേഖകൾക്ക് രൂപം നൽകി. അങ്ങനെ ആധുനിക സഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ പെന്തക്കോസ്തയായി വഴിയൊരുക്കി. 1967 ഫെബ്രുവരി 18 അമേരിക്കയിലെ പീറ്റർസ്ബർഗിലെ ഡ്യൂക്ക് സർവകലാശാലയിൽ വാരാന്ത്യത്തിൽ ഒന്നിച്ചു ചേർന്ന അധ്യാപകരും വിദ്യാർത്ഥികളും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 മുതൽ 4 വരെ അധ്യായങ്ങൾ ധ്യാനിക്കുകയും ധ്യാന വിഷയമാക്കുകയും പരിശുദ്ധ പിതാവ് ജോൺ 23 പാപ്പ പ്രാർത്ഥിച്ചതുപോലെ അവരും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ വരണമേ കീർത്തനം ഗ്രിഗോറിയൻ ഈണത്തിൽ ആരംഭിച്ചുകൊണ്ടാണ് ധ്യാനത്തിന് ഓരോ സെഷനും ആരംഭിച്ചത്. അവർക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ വരദാന ഫലങ്ങളുടെ അഭിഷേകം ലഭിക്കുകയും അങ്ങനെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് വഴി തുറക്കുകയും ചെയ്തു. സഭയെ നവീകരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും നമ്മുടെ ഇടവകയിലും ഒക്കെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്കും പരിശുദ്ധാത്മാവെ ഇവിടെ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തുമ്പോഴാണ് നമുക്ക് നവീകരണം സ്വന്തമായിട്ട് നമുക്ക് ഓരോരുത്തരും നവീകരണത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുള്ളൂ എന്നാണ് തിരുവനന്തപുരത്തിൽ ഈ വായിച്ച ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഇതിന്റെ പ്രാരംഭത്തെ കുറിച്ച് പറയുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള മാർക്കോസ് സുവിശേഷം എഴുതിയ സുവിശേഷം 16-15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും സുവിശേഷം പ്രസംഗിക്കുവാനും ആവശ്യപ്പെട്ടിരുന്ന യേശു 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് യോഹന്നാന്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു ചോദിക്കുമ്പോഴെല്ലാം കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് മറുപടി നൽകുമ്പോഴെല്ലാം എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് യേശു പത്രോസിനോട് ആവശ്യപ്പെടുന്ന ഭാഗങ്ങൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളെ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് മരണം മൂലം വേർപ്പെടുന്ന യേശു താൻ ബലമേൽപ്പിച്ച സുവിശേഷ പ്രഘോഷണം അഥവാ സുവിശേഷം പ്രസംഗിക്കുവാൻ അവരെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ സ്വന്തം ശക്തിയിലും കഴിവിനാലും സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ യേശു മറ്റൊരു സഹായകനെ അയച്ചു തരാമെന്ന് ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ലൂക്കാ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുകയും. നമ്മൾ പറയുന്നതാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നമ്മൾ LSSന്റെ കൂട്ടായ്മയിൽ ഇവിടെ ആയിരിക്കണം. ഈ കത്തീഡ്രലിനുള്ളിൽ ആകുമ്പോഴാണ് നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുള്ളൂ.
അതുപോലെ നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടു പോകരുത്. ഇതിനായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരും ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവഹിതം എന്തെന്ന് ഓരോരുത്തർക്കും പ്രഘോഷിക്കുവാനും ദൈവത്തിന്റെ പ്രസംഗത്തിലേക്ക് കടന്നു വരുവാനും ഓരോരുത്തർക്കും ഹൃദയത്തിൽ മാനസാന്തര അനുഭവം സംഭവിച്ചുകൊണ്ട് യേശുവിന്റെ വേല ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ദൈവാത്മാവ് ശക്തിപ്പെടുത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുകൊണ്ട് യേശുവിന്റെ വേല ചെയ്യുവാൻ കൂട്ടാവകാശികളാകുവാനും നമുക്ക് ഓരോരുത്തരും പ്രാപ്തരാക്കുവാൻ ഈ LSSന്റെ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് സ്വായത്താക്കാം, നമുക്ക് നേടിയെടുക്കാം. ഹല്ലേലൂയ.